Hi students, internal reconstruction എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ബാക്കി വരുന്ന 4 മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നോക്കാം. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. In order to reduce the share capital, the company must be authorized by its articles of association. A special resolution must be passed at general meeting and confirmation of court is required. ഒരു കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്തണമെങ്കിൽ, ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്തിയാലാണ് ക്യാപിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്ലോസിൽ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. അങ്ങനെ ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യുകയും ആനുവൽ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ മുഖേന പാസ്സാവുകയും കോടതിയുടെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാപിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷനാണുള്ളത്. ഫസ്റ്റ് വൺ, ബൈ റെഡ്യൂസിങ് ദ ലാബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ ബൈ പേയിങ് ഓഫ് സർപ്ലസ് ക്യാപിറ്റൽ, ആൻഡ് ദ തേർഡ് വൺ by reducing paid up capital which is not represented by available asset. ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷന് ക്യാപിറ്റൽ റിഡക്ഷൻ ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് ഫോർ റെഡ്യൂസിങ് ദ ലാബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. സപ്പോസ് കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ള എമൗണ്ട് 80 ആണ്, അൺകോൾഡ് ആയിട്ടുള്ള എമൗണ്ട് 20. അത് ആ അൺകോൾഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തുകൊണ്ട് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ എന്താക്കി മാറ്റുന്നു, 80 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറാക്കി മാറ്റുന്നു. ഇവിടെ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. കാരണം 80 പേ ചെയ്തിട്ടുള്ളൂ. ആ 80 പേ ചെയ്തിട്ടുള്ള 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിൻ്റെ 80 പേ ചെയ്തിട്ടുള്ളതിനെ എന്താക്കി മാറ്റുന്നു, അതിൻ്റെ ഫേസ് വാല്യൂ 80 ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി കമ്പനിക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ന്യൂ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ക്യാപിറ്റൽ പോയി പകരം 80 രൂപയുള്ള പുതിയൊരു ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, വന്നു. അങ്ങനെ ക്യാപിറ്റൽ എന്ത് ചെയ്യാം, റിഡക്ഷൻ ചെയ്യാം. ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ പേയിങ് ഓഫ് സർപ്ലസ് ക്യാപിറ്റൽ. സർപ്ലസ് ക്യാപിറ്റൽ എന്ത് ചെയ്യാം, പേ ഓഫ് ചെയ്ത് കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ച് പേ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ഹോൾഡേഴ്സ്, പേ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്, നോ ഡൗട്ട്. ദെൻ തേർഡ് ഓപ്ഷനാണ് ഫോർ റെഡ്യൂസിങ് ഓർ ക്യാൻസലിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ അവൈലബിൾ അസറ്റ്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഫോർ റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ, ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഫോർ റെഡ്യൂസിങ് പെയ്ഡ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ. അപ്പോൾ ഒന്ന് ഫേസ് വാല്യൂവിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഫേസ് വാല്യൂവിൽ ചേഞ്ച് വരുത്താതെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദ സെക്കൻഡ് മെത്തേഡ്, ഈ ഓപ്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഫോർ റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ. അപ്പോൾ ഫേസ് വാല്യൂ 100 ആണ്. ഫേസ് വാല്യൂ എത്രയാണ്, 100. പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളത് 100 ആണ്. പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളതും 100. ഓക്കെ, ഇതിൽ ഫേസ് വാല്യൂ അങ്ങനെ തന്നെ നിർത്തിയിട്ട് പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ള 100നെ 80 ആക്കി മാറ്റുന്നു. അപ്പോൾ പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ള 100 രൂപ പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളതിനെ 80 ആക്കി മാറ്റുന്നു. ഇവിടെ 20 രൂപ ഷെയർ ഹോൾഡേഴ്സ് സാക്രിഫൈസ് ചെയ്തു. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 തന്നെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് 100 രൂപ പെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത് 80 പെയ്ഡപ്പാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഫോർ റെഡ്യൂസിങ് പെയ്ഡപ്പ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ. അപ്പോൾ ഈ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. 100 രൂപയുള്ളത് 80 ആക്കി മാറ്റുമ്പോൾ 20 ഷെയർ ഹോൾഡേഴ്സ് സാക്രിഫൈസ് ചെയ്തു, കമ്പനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഈ 20 രൂപ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു.
അപ്പോൾ എൻട്രി വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു എത്ര എമൗണ്ട് ആണോ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, എത്ര എമൗണ്ട് ആണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്, എത്ര എമൗണ്ട് ആണ് ഇവിടെ 20 രൂപയാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അത് എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ ഓരോ ഷെയറിന് വെച്ചിട്ട് 20 രൂപ എന്ത് ചെയ്യുന്നു കുറഞ്ഞു. അപ്പം ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു 20 രൂപ വെച്ചിട്ടും ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. ദെൻ ആ 20 രൂപ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി കമ്പനിക്ക് ഭാവിയിൽ ഫർദർ ആയിട്ട് എന്ത് ചെയ്യാം, ഈ കോൾ എന്താ പറയുക ക്യാൻസൽ ചെയ്ത് ഇതില്ലേ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 80 ആക്കി മാറ്റി ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് 20 രൂപയുടെ പുതിയൊരു കോൾ എന്ത് ചെയ്യാം, വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ കമ്പനിക്ക് എന്താ പറയുക വരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഫിക്റ്റീഷ്യസ് അസറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും ഒക്കെ റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഫോർ റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ. അപ്പോൾ ഫേസ് വാല്യൂവിൽ ചേഞ്ച് വരുത്തുകയും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഫേസ് വാല്യൂ 100 തന്നെയാണ്, പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളതും 100 അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂവിൽ എന്ത് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു. അപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ 80 ആക്കി മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ടും 100 രൂപ പെയ്ഡപ്പ് 80 ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എൻട്രി നോക്കാം. ഓൾഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 100 രൂപ അല്ലേ. ന്യൂ ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ മാറ്റം വരുത്തി എത്രയാണ്, 80 അല്ല. ഇവിടെ ഫേസ് വാല്യൂ മാറ്റം വരുത്തുമ്പോൾ പുതിയൊരു ഷെയർ ക്യാപിറ്റലാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, പോകുന്നു. 100 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തു, പോകുന്നു. പകരം ന്യൂ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, അവിടെ വരുന്നു. അപ്പോൾ 100 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ പോയി 80 രൂപയുടെ പുതിയൊരു ഷെയർ ക്യാപിറ്റൽ അവിടെ റൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് 20 രൂപ സാക്രിഫൈസ് ചെയ്തു. ഈ 20 രൂപ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്ന, കമ്പനിയുടെ ഫേവറിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ കിട്ടുന്ന ഇൻകവും ബെനിഫിറ്റും ഒക്കെയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതൊക്കെ ആ ഇൻകവും ബെനിഫിറ്റും ഇതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഫിക്റ്റീഷ്യസ് അസറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഒക്കെ റിട്ടേൺ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ റിഡക്ഷൻ എന്നുള്ള ഒരു സെക്കൻഡ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റിൽ വേരിയേഷൻ വരുത്താം. അണ്ടർ ദിസ് the shareholders right are altered by changing the right of dividend and change of class of share. അപ്പോൾ അവരുടെ റൈറ്റ് ഓഫ് ഡിവിഡൻഡിലോ അല്ലെങ്കിൽ ഷെയറിന്റെ ക്ലാസസിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെ വരുന്നതിനാണ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ 10% പ്രിഫറൻസ് ഷെയറിനെ എന്താക്കി മാറ്റുന്നു, 7% പ്രിഫറൻസ് ഷെയർ ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിനെ നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആക്കി മാറ്റുന്നു അല്ലേ. ഇവിടെ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ നോൺ ക്യൂമുലേറ്റീവ് ആകുമ്പോൾ അവിടെ ഷെയറിന്റെ ക്ലാസസ് എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റിൽ വേരിയേഷൻ വരുന്നതിനാണ് പറയുന്നത് വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. ഇവിടെ എൻട്രി ഇപ്പോൾ പ്രിഫറൻസ് ഷെയറിന്റെ പെർസെൻറ്റേജിലാണ് മാറ്റം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിവിഡൻഡിലാണ് മാറ്റം വരുന്നതെങ്കിൽ ഓൾഡ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് അപ് ടു ന്യൂ പ്രിഫറൻസ് ഷെയർ. ഓൾഡ് പ്രിഫറൻസ് ഷെയർ എത്രയാണ്, ഓൾഡ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ 10%. അപ്പോൾ 10% പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് അപ് ടു 7% പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട്. അങ്ങനെ വരും. ഇവിടെയും കമ്പനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും എന്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. നെക്സ്റ്റ് വൺ, സ്കീം ഓഫ് കോംപ്രമൈസ് or arrangement. നാലാമത്തെ മെത്തേഡാണ്. Here a compromise or arrangement is made with creditors or debenture holders while settling their liabilities. അപ്പോൾ ലാബിലിറ്റീസ് ഒക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെയോ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ലാബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പോൾ അവരുടെ ക്ലെയിം കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഇപ്പോൾ 10,000 രൂപ കൊടുക്കാനുണ്ട് ക്രെഡിറ്റേഴ്സിന്, അതൊരു 9,000 രൂപ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുക, അവർ കോംപ്രമൈസ് ചെയ്യുക. ആര്, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും. അങ്ങനെ ക്രെഡിറ്റേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട്
അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ സ്കീമിലുള്ളത് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഫോർ സാക്രിഫൈസിങ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് സാക്രിഫൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട്. അതിൽ 1,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ 1,000 രൂപ സാക്രിഫൈസ് ചെയ്യുന്നു, ബാക്കി 9,000 ആണ് എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എത്ര രൂപയാണോ സാക്രിഫൈസ് ചെയ്യുന്നത് ആ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് വരും, ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഡിബഞ്ചറിന് പകരം വേറൊരു ഡിബഞ്ചർ, ഇപ്പോൾ 10% ഡിബഞ്ചർ ഉണ്ട്, അതിന് പകരം ഒരു 8% ഡിബഞ്ചറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ന്യൂ ഡിബഞ്ചർ. ഇനി ആ ഡിബഞ്ചറിന് പകരം ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കോംപ്രമൈസ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ട്, ആ ക്രെഡിറ്റേഴ്സ് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് സ്വീകരിക്കുന്നുള്ളൂ. ഇപ്പോൾ 10,000 രൂപ, ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്, 9,000 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1,000 രൂപ എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സ് സാക്രിഫൈസ് ചെയ്തു. അത് സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ for agreement to receive share or debenture in settlement of claims creditors. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യുന്നത് ഷെയർ ആണെന്ന്, ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഡിബഞ്ചർ ഒക്കെ വെച്ചിട്ടാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എൻട്രി ഇത് വരും, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റലോ ഷെയർ ഡിബഞ്ചറോ. ക്രെഡിറ്റേഴ്സ് എന്ന ലാബിലിറ്റി കുറയുകയാണ്, പുതിയ ഒരു ഡിബഞ്ചർ ഷെയർ ക്യാപിറ്റലൊക്കെ വരികയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന ലാബിലിറ്റി കുറയുമ്പോൾ അത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പുതിയ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിബഞ്ചർ അത് ലാബിലിറ്റിയാണ്, പുതിയ ലാബിലിറ്റി വരുമ്പോൾ അത് എന്ത് ചെയ്യണം, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഇനി അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ചിലപ്പോൾ ശരിക്കുള്ള അസറ്റിൻ്റെ വാല്യൂ 100 ആണ്, അല്ല ഒരു 1 lakh ആണ്, 80,000 രൂപയാണ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഒരുപാട് ക്രെഡിറ്റേഴ്സിൻ്റെ ലാബിലിറ്റീസ് ഒക്കെ കൂടുതലാവാം. അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റിൻ്റെ വാല്യൂ ചിലപ്പോൾ ഓവർ വാല്യൂഷൻ ആയി കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓവർ വാല്യൂഷൻ ഒക്കെ ആയിട്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി നേരെ തിരിച്ചുമാവാം, ഈ ഡിക്രീസ് ചെയ്യുക, അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് എൻട്രി വരും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ടു അസറ്റ്സ് അക്കൗണ്ട്. ദ നെക്സ്റ്റ് വൺ, ദ അഞ്ചാമത്തെ മെത്തേഡാണ് സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർസ് എന്ത് ചെയ്യുക, സറണ്ടർ ചെയ്യുക. Okay, under Reconstruction, the shareholders may require to surrender a part of their holding. ഇപ്പോൾ 10,000 രൂപയുള്ള 10 രൂപയുള്ള 1000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ 1000 ഷെയർ ഉണ്ട്, ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, ഫേസ് വാല്യൂ 10 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ 10,000. അപ്പോൾ ഇതിൽ ഒരു 30% കഴിഞ്ഞാൽ ഒരു 300 ഷെയർസ് എന്ത് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു. കമ്പനിയുടെ ഫേവറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 300 ഷെയർ സറണ്ടർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് എൻട്രി വരിക എന്ന് നോക്കാം. അപ്പം അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സറണ്ടർ ഷെയർ. ഇവിടെ ഷെയർ എത്രയാണോ സറണ്ടർ ചെയ്യുന്നത് അത് നോക്കാം. ഇപ്പോൾ 300 ഷെയറാണ്, 10 രൂപ വിലയുള്ള 300 ഷെയർസ് എന്ത് ചെയ്ത് സറണ്ടർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു 3,000. അപ്പോൾ 3,000 എന്ത് വരും, ഷെയർ ക്യാപിറ്റൽ 3,000 എന്ന് റെഡ്യൂസ് ചെയ്യുന്നു, സറണ്ടർ ഷെയർ അക്കൗണ്ട് 3,000 എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഈ 3,000-ൽ ഇപ്പോൾ 3,000 രൂപ സറണ്ടർ ചെയ്തു, കമ്പനിക്ക് വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു. ഇനി ഈ 3,000-ൽ നിന്ന് ഈ സറണ്ടർ ചെയ്ത ഷെയർ ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ ഒക്കെ അവരുടെ ലാബിലിറ്റീസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലെയിം കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സറണ്ടർ ചെയ്ത ഷെയർ വീണ്ടും റീ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ക്യാഷിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഷെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സറണ്ടർ ചെയ്ത ഷെയറിൽ നിന്ന് 3,000 രൂപ എന്ന് വെച്ചാൽ 300 ഷെയറിൽ നിന്ന് 200 ഷെയർ എന്ന് വെച്ചാൽ 2,000 രൂപ വില വരുന്ന ഷെയർ എന്ത് ചെയ്യുന്നു, 2,000 രൂപ
ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം എന്ത് ചെയ്യുന്നു? കൊടുത്തു വിട്ടുന്നു. അങ്ങനെ കൊടുത്തു വിട്ടുമ്പോൾ ജസ്റ്റ് നമ്മൾ സറണ്ടർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി വരും, സറണ്ടർ ഷെയർ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ സറണ്ടർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സറണ്ടർ ഷെയർ, അത് ആ സറണ്ടർ ചെയ്ത ഷെയർ വെച്ചിട്ട് അത് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്ലെയിം കൊടുത്തു വിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി ആണ് വരിക. ഇപ്പം ഇവിടെ 3000 രൂപയിൽ നിന്ന് 2000 രൂപ സറണ്ടർ ചെയ്തു. അപ്പോൾ ബാക്കി സറണ്ടർ ചെയ്തതിൽ 1000 രൂപയുടെ കിടക്കുന്നുണ്ട് അല്ലേ? ഓൺ ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് സറണ്ടർ ഷെയർസ്. അപ്പോൾ ഇവിടെ 300 ഷെയറിൽ നിന്ന് 200 ആണ്. 200 ഷെയർ എന്ത് ചെയ്തു? ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അത് റീഇഷ്യൂ ചെയ്തു. ബാക്കി റീഇഷ്യൂ ചെയ്യാത്ത 100 ഷെയർ ഉണ്ട്, 1000 രൂപ വിലയുള്ള 100 ഷെയർ. അപ്പോൾ 1000 രൂപേൻ്റെ 10 രൂപ വിലയുള്ള 100 ഷെയർ വെച്ചിട്ട് 1000 രൂപേൻ്റെ വാല്യൂ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷാണ് അത് ക്ലെയിം ഒന്നും കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ബാക്കി വരുന്ന അങ്ങനെ അൺഇഷ്യൂഡ് ആയിട്ടുള്ള സറണ്ടർ ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ഇത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ സറണ്ടർ ഷെയർ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഈ 1000 രൂപ പിന്നെ എന്തെങ്കിലും ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് ഒക്കെ റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 5 മെത്തേഡ്സും ഡിസ്കസ് ചെയ്തു. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്, സറണ്ടർ ഓഫ് ഷെയർസ് അല്ലേ, ദെൻ ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് സ്കീം ഓഫ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ഈ കമ്പനിയുടെ ഫേവറിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സും ഒക്കെ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട്, അങ്ങനെ കമ്പനിക്ക് കിട്ടുന്ന ഇൻകം, ബെനിഫിറ്റ്, പ്രോഫിറ്റ് ഒക്കെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ആ ഫണ്ട്, ആ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഇൻകം ഉപയോഗിച്ച് കമ്പനിയുടെ ഫിക്റ്റീഷ്യസ് അസറ്റും അതുപോലെ തന്നെ പാസ്റ്റ് ലോസസും എക്സസ് വാല്യൂ ഒക്കെ എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട്, ഒരു ടെമ്പററി അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ക്രെഡിറ്റേഴ്സിൽ നിന്നും അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ അവരൊക്കെ സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആ ഫണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്, ആ എമൗണ്ട് ഫിക്റ്റീഷ്യസ് അസറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റ് ബാലൻസും ഓവർ വാല്യൂഷൻ ഓഫ് അസറ്റും, അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ഗുഡ് വില്ലൊക്കെ ചിലപ്പോൾ ഓവർ വാല്യൂഷനും ഒക്കെ ഉണ്ടാവും, അതൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യാൻ ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പാറ്റന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ബാലൻസ് ഉണ്ടെങ്കിൽ ടു ക്യാപിറ്റൽ റിസർവ്സ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബാലൻസ് ഫിഗർ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ്സിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്സിലേക്ക് അത് എന്ത് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇനി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ കൺസെപ്റ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.